സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC ലബോറട്ടറി അറ്റൻഡർ എന്ന തസ്തികയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന LDC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുക, പഠിക്കുക. അടുത്ത പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നത് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് മലയാള രാജ്യം, ഫാദർ ക്ലമന്റ് സംക്ഷേപ വേദാർത്ഥം, അർണോസ് പാതിരി ക്രിസ്തു സഭാ ചരിത്രം, പാറേമക്കൽ തോമ കത്തനാർ വർത്തമാന പുസ്തകം. തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ സി ആണ്, അർണോസ് പാതിരി. ക്രിസ്തു സഭാ ചരിത്രം ഹെർമൻ ഗുണ്ടട്ടിന്റെ കൃതിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയെ കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ചാന്നാർ കലാപം, കൂട്ടംകുളം സമരം എന്നിവയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. പാലിയം സത്യാഗ്രഹം 1947. ചാന്നാർ കലാപം 1859. കൂട്ടംകുളം സമരം 1946. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 3, 1, 4, 2. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 1857 കലാപസ്ഥലം, നേതാക്കൾ. ചേരുംപടി ചേർക്കാൻ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ബറേലിയിൽ കലാപം നയിച്ചത് ആരാണ്? ഖാൻ ബഹാദൂർ. ബറൌട്ട് പർഗാന, ഷാമൽ. ഫൈസാബാദ്, മൗലവി അഹമ്മദുള്ള. ബീഹാർ, കൻവർ സിംഗ്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ബൽഗാം സമ്മേളനമാണ്. 1924 ബൽഗാം സമ്മേളനം. സൂറത്ത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് റാഷ് ബിഹാരി ഘോഷാണ്. ലക്നൗ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് അംബിക ചരൺ മജുംദാറാണ്. ഹരിപുര സമ്മേളനം സുഭാഷ് ചന്ദ്രബോസ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം? കോഴിക്കോട്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം എന്നീ വിവര ശേഖരണത്തിന് ഉപയോഗിക്കുന്നു. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരത്തിലാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 4. അടുത്ത ചോദ്യം, ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, മാനസ് സുബൻസിരി. ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം? കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം അട്ടപ്പാടിയാണ്. അട്ടപ്പാടി. താഴെ പറയുന്നവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. തന്നിരിക്കുന്നു, താഴ്ന്ന വിധാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, 3 മാത്രം. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം? ഭൂപൻ ഹസാരിക സേതു. ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം, രശ്മി, മാല, ശ്രീലങ്ക. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം?
ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും, ആഗോളവൽക്കരണം, ദേശസാൽക്കരണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൺലി 1 and 2. നബാർഡ് സ്ഥാപിതമായ വർഷം 1982. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണം, കർഷകരുടെ കുടിയേറ്റം. ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, കർഷകരുടെ കുടിയേറ്റം. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി, ജാർഖണ്ഡ്. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ്? പങ്കജ് ചൗധരി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് എന്താണ്? നിഫ്റ്റി. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏതാണ്? തന്നിരിക്കുന്നു. തുല്യ ജോലിക്ക് തുല്യ വേതനം, ജീവനോപാധികൾ ലഭിക്കുവാനുള്ള അവകാശം, സാമ്പത്തിക ചൂഷണത്തിനെതിരായുള്ള അവകാശം, സമാധാനപരമായി യോഗം ചേരുവാനുള്ള അവകാശം. അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഓപ്ഷൻ ഡി ആണ്, സമാധാനപരമായി യോഗം ചേരുവാനുള്ള അവകാശം. അടുത്തത്, നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യാധികാരമാണ്. ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലായിരിക്കും. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത്? കർണാടക. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ബ്രിട്ടൻ. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. സുപ്രീം കോടതി വിചാരണയെ തുടർന്ന് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷം പ്രമേയം ആവശ്യമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1, 3 മാത്രം. 1, 3 മാത്രം. അടുത്ത ചോദ്യം, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പകരമായിട്ട് വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം. CRPCക്ക് പകരമായിട്ട് വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമമാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ള ആയിരുന്നു. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കാൻ, മികച്ച ഭൂമികൾ നൽകൽ, കുടിയാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1 തെറ്റ് 2 ശരി. അടുത്ത ചോദ്യം, കാലക്രമത്തിൽ എഴുതുക. തന്നിരിക്കുന്നത് MGR, MGNREGS, JRY, SGRY, IRDP. കാലക്രമത്തിൽ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. MGRNREGS 2005 JRY 1989, SGRY 2001, IRDP 1978. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 4, 2, 3, 1. അടുത്ത ചോദ്യം, 2008
കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തന്നിരിക്കുന്നു. നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസറാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 3, 4 തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനുകളും കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. അനുച്ഛേദം 243 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനുച്ഛേദം 243 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന പദ്ധതികൾ അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം എന്നിവയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏത്? നവജീവൻ. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി. താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി. ചിക്കൻ പോക്സ് വൈറസിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഓപ്ഷൻ ഡി വാരിസെല്ല സോസ്റ്റർ. വാരിസെല്ല സോസ്റ്റർ. ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ഊർജം നൽകുക. 3R തത്വത്തിന്റെ ശരിയായ ക്രമം ഏതാണ്? ഓപ്ഷൻ സി കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ആണ് ലിഗ്മെന്റുകൾ. താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശ വളർച്ച മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ക്യാൻസർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെ? ഓപ്ഷൻ ബി ധ്രുവങ്ങളിൽ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? വികിരണം. മനുഷ്യന്റെ ശ്രവണ പരിധി 20 Hz to 20,000 Hz. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 14 ജൂലൈ 2023. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും 1 മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം 22.4 L. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെ. പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക് നമ്പർ 118 മൂലകത്തിന്റെ പേര് ഓഗനേസൺ. ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡെമോക്രിറ്റസ്. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏത്? കേളി. കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ?
തോന്നയ്ക്കൽ. മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? വിദ്യാവിനോദിനി. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? വല്ലി. ഭാർഗവീ നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര്? നീലവെളിച്ചം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്സ്. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ മൂന്നും ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജംപ് താരമാണ് മുരളി ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. ശരിയായത് ഏതൊക്കെ എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം ശരിയാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതി മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരമാണ്. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് കീബോർഡ്, ട്രാക്ക് ബോൾ, പ്ലോട്ടർ, ബാർകോഡ് റീഡർ. ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് പ്ലോട്ടർ. GPS-ന്റെ പൂർണ്ണരൂപം? GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു കുക്കി. ഉത്തരം ഓപ്ഷൻ ഡി, കുക്കി. മൈക്രോസോഫ്റ്റിന്റെ പുതിയ AI സംവിധാനം? ഓപ്ഷൻ ബി, കോപൈലറ്റ്. താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പൊതുവായ ഭാഷ ഏതാണ്? ഓപ്ഷൻ എ, പൈത്തൺ. ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. 2012 പോക്സോ നിയമം ബാധകമാകുന്നത് ഇന്ത്യ മുഴുവനാണ്. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻ ബി ആണ്. റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂർ. ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? ഓപ്ഷൻ സി ആണ്, യുണിസെഫ്. ഗാർഹിക പീഡന നിയമം 2005. ഗാർഹിക പീഡനം എന്നാൽ എന്താണ്? സാമ്പത്തിക ദുരുപയോഗം, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക. ഓപ്ഷൻ ഡി, A, B ആൻഡ് C. ഉത്തരം വരുന്നത് A, B ആൻഡ് C ആണ്. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ആണ്, തൊഴിലിടം. ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ നിയമം നിലവിൽ വന്നത്? 1989. ഇനി വരുന്നത് 10 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ചോദ്യം, ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇവ ഒന്നുമല്ല എന്നത്. 72 ഓപ്ഷൻ ബി ആണ്, 101. 73ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 74 ഓപ്ഷൻ എ ആണ് ഉത്തരം. 75 ഓപ്ഷൻ ഡി. 76 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 77 ഓപ്ഷൻ എ. 78 ഓപ്ഷൻ സി ആണ് ഉത്തരം. 79 ഓപ്ഷൻ ബി. 80ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് യൂസ് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ദ ടീം പ്ലേസ് വെൽ ടുഗെദർ. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച്: I will attend the meeting tomorrow, she said. ഓപ്ഷൻ ബി ആണ് ഉത്തരം. She said that she would attend the meeting the following day.
Identify the part or speech of the underlined word in the sentence below. She danced gracefully in the spotlight during the performance. അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഗ്രേസ്ഫുള്ളി എന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, adverb. Choose the correct question tag for the following sentence. You have finished your homework. ഓപ്ഷൻ എ ആണ് ഉത്തരം, haven't you. Identify the sentence that has been correctly transformed from active voice to passive voice. I write a letter. Option A ആണ്, a letter is written by me. Which of the following words is a synonym of vivid? Option B ആണ് ഉത്തരം, vivacious. Choose the antonym of the word urban. Option C, rural. Identify the word that means the opposite of excessive. Option C, moderate. Which word is most similar to resilient? Option B, flexible. Find the one word for the statement. To choose not to use a word either in favor of or against something. Option D, abstain. മലയാളം ചോദ്യങ്ങളാണ് അടുത്തത് വരുന്നത്. കച്ചകെട്ടുക എന്ന പ്രയോഗത്തിന്റെ ആശയം താഴെ പറയുന്നവയിൽ നിന്നും എഴുതുക. കച്ചകെട്ടുക. ഓപ്ഷൻ ബി, സന്നദ്ധനാവുക. അലയൊഴി എന്ന പദം പിരിച്ചെഴുതിയാൽ അല പ്ലസ് ആഴി. തലമുടി എന്നർത്ഥം വരാത്ത പദം. ഓപ്ഷൻ ഡി, തുഹിനം. താഴെ കൊടുത്തവയിൽ ശരിയായ പദങ്ങൾ ഏവ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം ശരിയാണ്. ഒറ്റപ്പദം എഴുതുക. ഉചിതമായ സ്ഥിതി, ഔചിത്യം. ഘൃതം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻ സി, അനിർദം. 4-5 എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? 4ഓ 5ഓ ചേർത്തെഴുതുക. കൽ പ്ലസ് മതം, കന്മതം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ല് ഏത്? സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അവസാനത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? അധ്യാപികമാർ. ഇതിൽ ആൻസേഴ്സ് പറഞ്ഞിരിക്കുന്നത് PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ളതാണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.